ഹായ്. ഞങ്ങളങ്ങനെ ബ്രസൽസിലെത്തി. ഇന്നിപ്പം ബ്രസൽസ് ഒന്ന് ടൗണൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഒരു ട്രാം എടുത്തു. ട്രാമിൽ ഇവിടുന്ന് നമ്മൾ കാർഡ് എടുക്കാമായിരുന്നു. പക്ഷേ നമ്മൾ 2-2.5 ദിവസമേ ഉള്ളൂ ബ്രസൽസിൽ. അപ്പോൾ അത് കാരണം ഞങ്ങൾ കാർഡ് എടുത്തില്ല. അപ്പം ഞങ്ങളവിടെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് തന്നെ സ്വൈപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ സ്വൈപ്പ് ചെയ്ത് ട്രാമിൽ കയറി. ബ്രസൽസിൻ്റെ മെയിൻ സ്ക്വയറിൽ പോകാനായിട്ടാണ് ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തത്. അപ്പം നമ്മൾ ട്രാമിൽ കയറിയത്, പക്ഷേ ഇപ്പോൾ ഇറങ്ങിയത് അണ്ടർഗ്രൗണ്ട് ഒരു സ്റ്റേഷനാണ്. അപ്പോൾ ആ സ്റ്റേഷൻ്റെ ഭംഗി നല്ല രസമുള്ളൊരു സ്റ്റേഷനായിരുന്നു. അപ്പോൾ ആ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിൽ നമ്മൾ മുകളിൽ കയറി വരുമ്പോൾ എത്തിയ ഒരു ഏരിയയാണിത്. ഒരു ആർട്ട് മ്യൂസിയമോ അങ്ങനെ എന്തോ ആണ് ഈ ഒരു ബിൽഡിംഗ്. അപ്പം ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങളവിടെ എത്തി, അങ്ങനെ കയറി ഇങ്ങനെ കുറേ ബിൽഡിങ്സൊക്കെ കണ്ട് അവിടെ നടന്നു. ഈ സ്ട്രീറ്റിലാണ് അവരുടെ ഒരു മെയിൻ ഒരു ക്യാരക്ടറുണ്ട്, ഒരു മാനിക്കിൻ പിസ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ബോയ് മൂത്രം ഒഴിച്ചുകൊണ്ട് ഒരു സ്റ്റാച്യു. അപ്പോൾ അതുള്ള സ്ട്രീറ്റാണിത്. അപ്പം ഞങ്ങളിങ്ങനെ അത് കാണാനായിട്ട് ഇങ്ങനെ നടന്ന് വരികയാണ്. അപ്പോൾ അവിടെ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കട കണ്ടു. ഞാൻ പറഞ്ഞില്ലേ ബെൽജിയത്തിലാണ് ഫ്രഞ്ച് ഫ്രൈസ് ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് കാരണം ഇവിടെ നിന്ന് അത് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ കയറി കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങളിങ്ങനെ നടക്കുക. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് ആ മാനിക്കിൻ പിസ് എന്നാണ് അതിന് പേര്. അപ്പോൾ അവിടെ കാണാനായിട്ട് അത് എവിടെയാണെന്ന് നോക്കി ഞങ്ങളിങ്ങനെ നടക്കുക. അപ്പം ഇതൊരു ബെൽജിയം ചോക്ലേറ്റിൻ്റെ കടയാണ്. അങ്ങനെ ഓരോ കടകൾ ഇങ്ങനെ നോക്കി വലിയ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പം ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു തിരക്കും ഇല്ല. പതുക്കെ നമുക്ക് നടക്കാം. ഇങ്ങനെ ടൂറിസ്റ്റിനെ കൊണ്ടുപോകാനായിട്ട് കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് അവർക്ക്, പഴയ വണ്ടികൾ പോലെ, പിന്നെ ചില കുതിര വണ്ടികൾ അങ്ങനെയൊക്കെ. അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പതുക്കെ നടന്നു. ലേസിൻ്റെ ഒരു കട. ലേസ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ലേസ് ഭയങ്കര വിലയാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വെറുതെ വെളിയിൽ നിന്ന് നോക്കി വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമ്മളിങ്ങനെ നടന്നു. അപ്പോഴാണ് ആ മാനിക്കിൻ പിസിൻ്റെ അവിടെ എത്തി. ഇത് വളരെ പണ്ടേ ഉള്ള ഒരു ബ്രസൽസിൻ്റെ ഒരു സിമ്പലാണ്. അപ്പോൾ ഈ ചെറിയ പയ്യൻ, ഈ ഒരു ചെറിയ സ്റ്റാച്യു ആണത്. അപ്പം പണ്ട് ബ്രസൽസിന് എന്തോ ഒരു ബോംബ് വയ്ക്കാനായിട്ട് ഏതോ ഒരു എനിമി വന്ന സമയത്ത് ഈ പയ്യൻ മൂത്രം ഒഴിച്ചിട്ട് ആ ബോംബ് നിർവീര്യമാക്കി എന്നാണ് അവരുടെ വിശ്വാസം. അതുമാത്രമല്ല കുറേ കഥകളുണ്ട്. ഇതിന് 1000 പെയർ ഓഫ് ഡ്രസ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഡ്രസ്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഫസ്റ്റ് ടൈം ഞങ്ങൾ വന്ന സമയത്ത് ഇതിന് ഡ്രസ്സൊക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഓരോരോ ഫംഗ്ഷനും ഓരോരോ സമയമുള്ളപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ കഥ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ട് ബ്രസൽസിൻ്റെ ആ മെയിൻ സ്ക്വയറിലെത്തി. മെയിൻ സ്ക്വയറാണ്, കാണേണ്ട ഒരു സ്ഥലമാണ്. ഇതാണ് ഗ്രാൻഡ് പാലസും പിന്നെ ഒരു കത്തീഡ്രൽ ഉണ്ട്. പിന്നെ അപ്പുറത്തൊക്കെ കുറേ എന്തൊക്കെയോ ബിൽഡിംഗ് ഉണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. കുറേ അതൊക്കെ ഇപ്പോൾ എന്തൊക്കെയോ ഓഫീസുകളോ കുറേ റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ആ സ്ട്രക്ചറും ആ ബിൽഡിങ്ങൊക്കെ കാണേണ്ടത് തന്നെയാണ്. അതിൻ്റെ ആർക്കിടെക്ചർ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഇപ്പോൾ അവിടെ കുറച്ച് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ കൺട്രീസിലും ഇതുപോലെയാണ്. നല്ല ഒരു സ്ക്വയറും അതിൻ്റെ ചുറ്റും ഇതേപോലെ നല്ല സ്ട്രക്ചറുള്ള ബിൽഡിങ്സും ആയിരിക്കും. ഇതാണ് ആ പള്ളിയുടെ ഗോപുരം പോലെയുള്ളത്. ആ പള്ളിയിൽ നിന്നാണ് പണിയായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ആ ബ്രസൽ സ്ക്വയറിലാണ് എല്ലാം നടക്കുന്നത്. അവിടെ വളരെ ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ ബിൽഡിങ്സിൻ്റെയൊക്കെ താഴെ കുറേ കഫേസ് ഉണ്ട്. അതൊക്കെ നല്ല രസമായിട്ടുള്ള ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. അവിടെ വളരെ പണ്ട് മുതലേ ഉള്ളൊരു ക്ലോസ്ഡ് ആയിട്ട് നല്ല ആർക്കിടെക്ചറൽ ഭംഗിയൊക്കെയുള്ള നല്ലൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് മോൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ അത് വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടേക്കാണ് പോയത്. ആ മോളിൽ കവർ ചെയ്ത് നല്ല രസമുള്ളൊരു ഷോപ്പിംഗ് ഏരിയ ആണ്. പക്ഷേ എല്ലാം കുറച്ച് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസാണ് അവിടെ എല്ലാം ഉള്ളത്. നമുക്ക് ഷോപ്പിങ്ങിനൊന്നും പറ്റില്ലെങ്കിലും എല്ലാ സാധനവും കിട്ടും. ഞങ്ങളങ്ങനെ കുറേ സൈഡിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ബെൽജിയം വാഫിൾസ് കഴിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര വിലയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ വേണ്ട, ഇനി നമുക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് നോക്കാം കിട്ടുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വെളിയിലിറങ്ങി അവിടെ ഒരു ചെറിയൊരു കഫേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കഫേ പോയിട്ട് നമ്മൾ ബെൽജിയം വാഫിൾസ് വാങ്ങിച്ചു. അതെല്ലാം കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഒരെണ്ണം ഞങ്ങൾ വാങ്ങിച്ചത്, പക്ഷേ അത് 2 പേർക്ക് കഴിച്ച് തീർക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് വലുതായിരുന്നു. പിന്നെ അവിടെ ഞങ്ങളിങ്ങനെ ഇറങ്ങി ചെറിയ ഒരു സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ പോയപ്പോൾ അവിടെ ഒരു ചോക്ലേറ്റ് എക്സിബിഷനോ ചോക്ലേറ്റ് ഫാക്ടറി എന്നൊക്കെ പറഞ്ഞ് കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അതിനകത്ത് കയറി നോക്കാമെന്ന്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അവിടെ എന്തൊക്കെയോ ടിക്കറ്റൊക്കെ എടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞു ചോക്ലേറ്റ് ഫാക്ടറിക്ക് നമ്മൾ ടിക്കറ്റൊന്നും എടുത്ത് കാണുമെന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് അവിടുന്ന് വന്നു. പിന്നെ അങ്ങനെ കുറേ ഗലികൾ, ചെറിയ ചെറിയ ഗലികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടന്ന് ഞങ്ങളിങ്ങനെ ആ സ്ക്വയറൊക്കെ ഒന്നും കൂടി കണ്ട്
തിരിച്ചു പോയി. അപ്പം ഇനി നാളെ ഇവിടുത്തെ തന്നെ വേറെ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെ ബൈ.